ശ്രീ നാരായണ ഗുരുദേവൻ രചിച്ച ചിജ്ജടചിന്തനം എന്ന കൃതിക്ക് പ്രൊഫസർ ജി ബാലകൃഷ്ണൻ നായർ സാർ എഴുതിയ വ്യാഖ്യാനത്തിൻ്റെ ഓഡിയോ ബുക്ക് നമുക്ക് കേൾക്കാം. ചിജ്ജടചിന്തനം. ഈ കൃതി രചിച്ചത് 1880 ചിലർ കരുതുന്നു. എവിടെ വച്ചാണ് ഇത് എഴുതിയതെന്ന് കൃത്യമായി അറിഞ്ഞുകൂടാ. സാങ്കേതിക പദജടിലമായ വേദാന്തശാസ്ത്രത്തെ ലളിതവും സുന്ദരവുമായ മലയാള ഭാഷയിൽ ഇവിടെ പകർത്തിയിരിക്കുന്നു. ഗുരുദേവൻ്റെ ബ്രഹ്മാനുഭൂതിയുടെ ഉജ്ജ്വല രൂപം ഈ കൃതിയിൽ സ്പഷ്ടമായി കാണാം. ഈ കൃതിയിൽ സത്യത്തെ സംബോധന ചെയ്യുന്ന മധുരങ്ങളായ ഭാഷാപദങ്ങൾ ഗുരുദേവൻ സ്വയം അനുഭവിച്ച ആത്മാനന്ദത്തിൽ ഊറി വന്നവയാണ്. അവ സത്യാന്വേഷിയായ അനുവാചകൻ്റെ ഉള്ളിലും അതിരറ്റ ആനന്ദം പകരുന്നു. അന്വേഷണത്തിൻ്റെ ആരംഭദശയിൽ നിലനിൽപ്പ്, ചിത്ത്, ജഡം ഇങ്ങനെ രണ്ടായി വേർതിരിഞ്ഞ് കാണപ്പെടും. അന്വേഷണം മുന്നോട്ട് നീങ്ങി പൂർത്തിയാകുന്നതോടെ ജഡദർശനം പാടെ അകന്ന് നിലനിൽപ്പ് മുഴുവൻ ചിത്തു മാത്രമാണെന്ന് തെളിയും. സത്യാന്വേഷണത്തിലെ ഈ തുടക്കവും ഒടുക്കവും അനുഭവമാധുര്യത്തോടെ ചിത്രീകരിച്ചിരിക്കുകയാണ് പ്രസ്തുത കൃതിയിൽ. ഇത് വായിച്ച് മനനം ചെയ്യുന്നയാൾ അചിരേണ ജഡഭ്രമമകന്ന് ചിത് സ്വരൂപമായ സത്യം സാക്ഷാത്കരിച്ച് അനുഭവിക്കാൻ പ്രാപ്തനായി തീരും. വ്യാഖ്യാനം. ചിത്തും ജഡവും. നിലനിൽപ്പിൻ്റെ പൂർണ്ണ രഹസ്യം ഭാരതീയരായ ഋഷിമാർക്ക് സൂര്യതുല്യം തെളിഞ്ഞിട്ടുണ്ട്. അത് തെളിച്ച് കാട്ടിത്തരാൻ അത്യന്തം ലളിതങ്ങളായ അനേകം വിചാരമാർഗങ്ങൾ അവർ മുന്നോട്ട് വച്ചിട്ടുണ്ട്. അത്തരം വിചാരമാർഗങ്ങളിൽ സുതരാം ലളിതമായ ഒന്നാണ് ചിജ്ജട ചിന്തനം. ചിത്തിനെയും ജഡത്തെയും കുറിച്ചുള്ള ചിന്തനമാണ് ചിജ്ജട ചിന്തനം. വേദാന്ത കൃതികളിൽ സവിസ്തരം നീണ്ട ചർച്ചകൾക്ക് വിഷയമായിട്ടുള്ള ഈ ചിന്താ പദ്ധതിയുടെ സമഗ്ര ചർച്ച ഉൾക്കൊള്ളുന്നതാണ് ഗുരുദേവൻ്റെ ചിജ്ജട ചിന്തനം എന്ന ചെറുകൃതി. അധികവും പച്ച മലയാള വാക്കുകൾ ഉൾക്കൊള്ളുന്ന ഒരു പ്രൗഢ വേദാന്ത കൃതിയാണിത്. ഈണത്തിൽ താളലയങ്ങൾ ഒപ്പിച്ച് പാടി രസിക്കാവുന്ന 10 കൊച്ചു പദ്യങ്ങളിൽ പൂർണ്ണ സത്യം തെളിച്ചു കാട്ടിത്തരാൻ കഴിവുള്ള വേദാന്ത ചിന്ത ഉള്ളടക്കം ചെയ്തിരിക്കുകയാണ്. പ്രാസഭംഗിയും ശബ്ദശയ്യയും പരിഗണിക്കുമ്പോൾ വാഗ്ദേവിയെ വശപ്പെടുത്തിയിട്ടുള്ള ക്രാന്തദർശിയായ ഒരു കവിയെയും നമുക്ക് ഈ കൃതിയിൽ കാണാൻ കഴിയും. സർവോപരി സിദ്ധാന്തത്തെക്കാൾ അത് സാധന ചെയ്ത് തെളിഞ്ഞിട്ടുള്ള അനുഭവത്തിൻ്റെ വിവരണവും മാധുര്യവും ഈ കൃതിക്ക് ദിവ്യമായ ഒരു പരിവേഷം ചാർത്തി സുഖിപ്പിക്കുന്നു. ഒരു സത്യാന്വേഷിക്ക് സന്തത സഹചാരിയാക്കാൻ പറ്റിയതാണ് ചിജ്ജട ചിന്തനം എന്ന് നിസ്സംശയം പറയാം. ചിത്തെന്ത്, ജഡമെന്ത്? ദൃക്ക് ദൃശ്യം, ധർമ്മി ധർമ്മം, വിഷയീ വിഷയം, ക്ഷേത്രജ്ഞൻ ക്ഷേത്രം, പുരുഷൻ പ്രകൃതി, സത്യം മായ, ആത്മാവ് ശരീരം, അക്ഷരം ക്ഷരം, പരം അപരം, സത്ത് അസത്ത് എന്നിവയെല്ലാം യഥാക്രമം ചിത്തിൻ്റെയും ജഡത്തിൻ്റെയും പര്യായങ്ങളായി ഗണിക്കാവുന്നവയാണ്. മനന നിധിധ്യാസനങ്ങളിൽ കൂടി നിലനിൽപ്പിൻ്റെ ഉള്ളറകളിലേക്ക് ഇറങ്ങിച്ചെന്ന സത്യാന്വേഷകർക്ക് നിലനിൽപ്പിൻ്റെ ഭാഗങ്ങളായി 2 ഘടകങ്ങളേയുള്ളൂ എന്ന്
വ്യക്തമായി വേർതിരിഞ്ഞു. ആ രണ്ട് ഘടകങ്ങളാണ് ചിത്തും ജഡവും. എല്ലാ തലത്തിലും നിലനിൽപ്പിനെ അനുഭവിക്കുന്ന ബോധമാണ് ചിത്ത്. സ്വയം അനുഭവമൊന്നുമില്ലാതെ കേവലം ചിത്തിൻ്റെ അനുഭവത്തിന് പാത്രമാവുക മാത്രം ചെയ്യുന്ന ഘടകമാണ് ജഡം. ചുരുക്കത്തിൽ നിലനിൽപ്പിൻ്റെ എല്ലാ ഘട്ടത്തിലും അനുഭവിക്കുന്നത് ചിത്ത്, അനുഭവിക്കപ്പെടുന്നത് ജഡം. ഭോക്താവ് ചിത്ത്, ഭോജ്യം ജഡം. ഇങ്ങനെയുള്ള ചിത്തും ജഡവും ഇടകലർന്നവയാണ് സൂക്ഷ്മങ്ങളും സ്ഥൂലങ്ങളുമായ എല്ലാ പ്രപഞ്ച അനുഭവങ്ങളും. ചിത്തിനെയും ജഡത്തെയും വേർതിരിക്കുന്നതെങ്ങനെ? ഉണ്ടായി നശിക്കുന്നതായി കാണപ്പെടുന്നതൊക്കെ ജഡമാണ്. ഉണ്ടാകാത്തതും നശിക്കാത്തതുമായ ശാശ്വത സത്തയാണ് ചിത്ത്. ജനനം, വളർച്ച, ക്ഷയം, നാശം ഇവയൊക്കെ ജഡത്തിൻ്റെ സ്വഭാവങ്ങളാണ്. ഒരു സ്വഭാവ പരിണാമവും ഇല്ലാതെ എന്നും ഒന്നുപോലെ വിലസുന്നതാണ് ചിത്ത്. നിരന്തരം പരിണമിക്കുന്നതും ഒരിക്കലും പരിണമിക്കാത്തതുമായ രണ്ടു ഘടകങ്ങളുടെ കൂടിക്കലർപ്പാണ് പ്രപഞ്ചം എന്നറിഞ്ഞാൽ തന്നെ സത്യവും അസത്യവും വേർതിരിഞ്ഞ് കിട്ടും. ഉണ്ടായി നശിക്കുന്നത് അസത്യം, ഉണ്ടാകാതെ നശിക്കാതെ കാണപ്പെടുന്നത് സത്യം. ഈ നിർവചനം അനുസരിച്ച് ജഡത്തിൻ്റെ വ്യാപ്തി ഏതുവരെയാകാം? അതിസൂക്ഷ്മമായ ശക്തിസ്പന്ദനം വരെ ജഡം എന്നാണ് വേദാന്തം പണ്ടുപണ്ടേ സിദ്ധാന്തിച്ചിട്ടുള്ളത്. അചഞ്ചലവും അപരിണാമിയുമായ ചിത്തിൽ അഥവാ ബോധത്തിൽ ജഡാത്മികയായ ശക്തി അതിസൂക്ഷ്മമായ സ്പന്ദനം ആരംഭിക്കുന്നതോടെ ഒരു ശൂന്യതയുടെ പ്രതീതി ഉളവാകുന്നു. ഇതുതന്നെയാണ് ആകാശം അഥവാ സ്പേസ് എന്നറിയപ്പെടുന്ന പ്രപഞ്ചഘടകം. ആകാശം അറിയപ്പെടുന്നതായതുകൊണ്ട് അത് ജഡമാണ്. അനന്തമായ ആകാശത്തിൽ സർവത്ര ഒളിഞ്ഞിരുന്നു കൊണ്ട് ചിത്ത് അതിനെ അറിഞ്ഞുകൊണ്ടിരിക്കുന്നു എന്ന് ചിത്തിനെ സാക്ഷാത്കരിച്ചിട്ടുള്ള ശ്രീനാരായണ ഗുരുദേവനെപ്പോലുള്ളവർക്ക് പ്രത്യക്ഷമായി തെളിഞ്ഞിട്ടുണ്ട്. ആത്മോപദേശ ശതകത്തിലെ 2-ാം പദ്യത്തിൽ പരവെളിയിലെ ഭാനുമാനെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നത് ഈ അനുഭവത്തിൻ്റെ വെളിച്ചത്തിലാണ്. ചിജ്ജട ചിന്തനത്തിലെ 1-ാം പദ്യം പൂർണ്ണമായി വ്യാഖ്യാനിച്ചു കഴിയുമ്പോൾ ഈ അനുഭവ രഹസ്യം കുറെ കൂടി തെളിയുന്നതാണ്. ഈ ആദ്യ ജഡത്തെ ഉപനിഷത്തുക്കൾ അവ്യക്തം എന്ന പദം കൊണ്ടാണ് വ്യവഹരിക്കുന്നത്. നാമരൂപങ്ങൾ വേർതിരിയാത്ത ശൂന്യസ്ഥിതി എന്നാണ് അവ്യക്ത ശബ്ദത്തിന് അർത്ഥം. അതിസൂക്ഷ്മമായ ഈ സ്പന്ദന ഘട്ടത്തിൽ നിന്നും ശക്തി കുറെ കൂടി പ്രകടരൂപത്തിൽ സ്പന്ദിക്കാൻ തുടങ്ങുന്നതോടെയാണ് പ്രാണൻ ആവിർഭവിക്കുന്നത്. പ്രകാശമയമായ ഈ പ്രാണനെ ഉപനിഷത്തുക്കൾ മഹാനാത്മാ എന്നും ശാസ്ത്രഗ്രന്ഥങ്ങൾ മഹത്തത്വം എന്നും വിളിക്കുന്നു. ഹിരണ്യഗർഭനെന്നും പ്രജാപതിയെന്നും സത്വബുദ്ധിയെന്നും ഇങ്ങനെ വിവിധ നാമങ്ങളിൽ ഈ സ്പന്ദനഘട്ടം അറിയപ്പെടുന്നുണ്ട്. ഗുരുദേവൻ ആത്മോപദേശ ശതകത്തിൽ കേവലത്തിൻ മഹിമ എന്നാണ് ഇതിന് പേരിട്ടിരിക്കുന്നത്. പ്രപഞ്ചത്തെ മുഴുവൻ വിത്ത് വൃക്ഷത്തെ എന്ന പോലെ ഈ സ്പന്ദനഘട്ടം തന്നിൽ ലയിപ്പിച്ചു വെച്ചിരിക്കുന്നത് കൊണ്ട് ഈ പേരുകളൊക്കെ അന്വർത്ഥങ്ങളാണ്. ജഡാവിർഭാവത്തിൻ്റെ 2-ാം ഘട്ടമാണ് പ്രാണൻ. ഏതിൽ നിന്നോ സ്പന്ദിച്ചുണ്ടായി പരിണമിച്ചു മറയുന്നതായതുകൊണ്ട് ജഡനിർവചനം ഇതിന് യോജിക്കുകയും ചെയ്യുന്നു. അചഞ്ചലമായ ചിത്തിനുള്ളിൽ സ്പന്ദിച്ചു ഉയരുന്നതായതുകൊണ്ട് പ്രാണനിലെ ഓരോ സ്പന്ദനവും ബോധാംശം ഉൾക്കൊള്ളുന്നതാണെന്ന്
പറയേണ്ടതില്ലല്ലോ. സ്പന്ദനം അറിയപ്പെടുന്ന വസ്തുവും അതിലെ ബോധം അറിയുന്ന വസ്തുവുമാണ്. ഒരിക്കൽ കൂടി വായിക്കാം. സ്പന്ദനം അറിയപ്പെടുന്ന വസ്തുവും അതിലെ ബോധം അറിയുന്ന വസ്തുവുമാണ്. പ്രാണനിലെ സ്പന്ദനാംശം ജഡവും അതിലെ അറിയുന്ന ബോധം, അതിനെ അറിയുന്ന ബോധം ചിത്തുമാണെന്ന് ചുരുക്കം. നേരത്തെ ആകാശം എന്ന അനുഭവത്തിലെ ശൂന്യാംശം ജഡവും അതിനെ അറിയുന്ന ബോധം ചിത്തും എന്ന് വേർതിരിഞ്ഞതുപോലെ പരിണാമഘട്ടങ്ങൾ മാറുന്നതോടെ ജഡത്തിൻ്റെ രൂപം മാറുന്നു. ആകാശത്തിൽ ജഡാംശം ശൂന്യമായിരുന്നെങ്കിൽ പ്രാണനിൽ ജഡാംശം സ്പന്ദനമാണ്. എന്നാൽ ഈ രണ്ടിനെയും അനുഭവിക്കുന്ന ബോധം മാറ്റമില്ലാത്ത ബോധം തന്നെയാണ്. അറിയുന്ന ബോധം എവിടെയും ബോധം തന്നെയല്ലേ? ജഡാവിർഭാവത്തിൻ്റെ രണ്ടാം ഘട്ടമാണ് പ്രാണൻ. പ്രാണനാണ് സ്പന്ദനത്തിന് ഗതിവേഗം കൂട്ടി മറ്റു ഭൂതങ്ങളായി പരിണമിച്ച് പ്രപഞ്ചഘടകങ്ങളായി പ്രത്യക്ഷപ്പെട്ടിരിക്കുന്നത്. തുടർന്നുണ്ടായ എല്ലാ ജഡപരിണാമഘട്ടങ്ങളിലും അവയെ അറിഞ്ഞനുഭവിക്കുവാൻ ബോധം കൂടി ഒരു മാറ്റവുമില്ലാതെ കടന്നു വരുന്നു എന്ന് കാണേണ്ടതാണ്. ബോധമില്ലെങ്കിൽ പിന്നെ ഈ ജഡപരിണാമങ്ങളെ ആരറിയുവാനാണ്? ആരനുഭവിക്കുവാനാണ്? ഈശ്വരൻ ഈ പ്രപഞ്ചം സൃഷ്ടിച്ചിട്ട് അതിൽ കടന്നു നിന്നു എന്നും ഈ പ്രപഞ്ചം ഈശനാൽ ആവസിക്കപ്പെടുന്നതാണ് എന്നും മറ്റും ഉപനിഷത്തുക്കൾ പ്രഖ്യാപിക്കുന്നത് ഈ ശാസ്ത്രീയമായ സൃഷ്ടിരഹസ്യം വെളിപ്പെടുത്താൻ തന്നെയാണ്. പഞ്ചഭൂതങ്ങളും സൂര്യചന്ദ്രാദി സൗരയൂഥ ഘടകങ്ങളുമെല്ലാം ഇങ്ങനെ ബോധാനുപ്രവിഷ്ടങ്ങളായ ജഡപരിണാമങ്ങളാണെന്ന് കാണേണ്ടതാണ്. സമഷ്ടി പ്രപഞ്ചത്തെ വിട്ടിട്ട് വ്യഷ്ടിയുടെ നേർക്ക് തിരിയുന്നതോടെ വ്യക്തങ്ങളായ ചില ജഡപരിണാമഘട്ടങ്ങൾ ഓരോ വ്യക്തിക്കും അവനവൻ്റെ ഉള്ളിൽ നോക്കിക്കാണാവുന്നതാണ്. പ്രാണസ്പന്ദനത്തിൽ നിന്നും ഞാൻ ഞാൻ എന്നിങ്ങനെ സ്ഫുരിക്കുന്ന അഹങ്കാരം, അഹങ്കാരത്തിൽ നിന്ന് നിശ്ചയാത്മികയായ ബുദ്ധി, ബുദ്ധിയിൽ നിന്നും സങ്കല്പാത്മകമായ മനസ്സ്, മനസ്സിൽ നിന്നും ജ്ഞാന കർമ്മേന്ദ്രിയങ്ങൾ, ഒടുവിൽ ഇന്ദ്രിയ സംഘാത രൂപത്തിലുള്ള സ്ഥൂലദേഹം, ഇവയെല്ലാം വ്യക്തിയിൽ കാണപ്പെടുന്ന ജഡപരിണാമഘട്ടങ്ങളാണ്. ഒരു വ്യക്തിക്ക് തന്നിലുള്ള ഈ ഘട്ടങ്ങളെല്ലാം വ്യക്തമായി അറിയുവാനും അനുഭവിക്കുവാനും കഴിയുന്നതുകൊണ്ട് തന്നെ അവയിലൊക്കെ അറിയുന്നതായ ചിത്ത് അഥവാ ബോധം ഒരു മാറ്റവും കൂടാതെ ബോധമായി തന്നെ കടന്നു നിൽക്കുന്നു എന്നും സ്പഷ്ടമാണല്ലോ. ചുരുക്കത്തിൽ സമഷ്ടിപ്രപഞ്ചത്തിൽ ആകാശം, പ്രാണൻ എന്ന് തുടങ്ങി ഇങ്ങോട്ട് മാറ്റർ എന്നറിയപ്പെടുന്ന കട്ടിപിടിച്ച പദാർത്ഥങ്ങൾ വരെ എല്ലാം ജഡരൂപങ്ങളാണ്. വ്യക്തിയിലാകട്ടെ പ്രാണസ്പന്ദനം, അഹങ്കാരം എന്ന് തുടങ്ങി സ്ഥൂല ശരീരം വരെയുള്ള എല്ലാ പരിണാമഘട്ടങ്ങളും ജഡരൂപങ്ങളാണ്. പ്രപഞ്ചത്തിലായാലും വ്യക്തിയിലായാലും മേൽപ്പറഞ്ഞ ജഡപരിണാമഘട്ടങ്ങളിൽ കടന്നുനിന്ന് അവയെ അറിയുകയും അനുഭവിക്കുകയും ചെയ്യുന്ന മാറ്റമില്ലാത്ത ബോധമാണ് ചിത്ത്. ഇവ രണ്ടും കൂടി കലരാതെ സൂക്ഷ്മമോ സ്ഥൂലമോ ചെറുതോ വലുതോ ആയ യാതൊരു പ്രപഞ്ചാനുഭവവും ഉണ്ടാകുന്നതല്ല. ഇക്കാര്യമാണ് ഭഗവാൻ ഗീതയിൽ ഇങ്ങനെ പ്രഖ്യാപിക്കുന്നത്: യാവത് സഞ്ജായത്തെ കിഞ്ചിത് സത്വം സ്ഥാവര ജംഗമം ക്ഷേത്രജ്ഞ സംയോഗാത് തദ്വിദ്ധി ഭരതർഷഭ. അർജുന, ഈ ലോകത്ത് സ്ഥാവരമോ ജംഗമമോ ആയി ഉണ്ടാകുന്നതെന്തും ക്ഷേത്രത്തിൻ്റെയും അഥവാ ജഡത്തിൻ്റെയും ക്ഷേത്രജ്ഞൻ്റെയും അഥവാ ചിത്തിൻ്റെയും ചേർച്ച കൊണ്ടാണെന്ന് അറിയൂ. ചിത്ത് സത്യം, ജഡം അസത്യം. പ്രപഞ്ചാനുഭവം ചിജ്ജഡങ്ങളുടെ സംയോഗമാണെങ്കിൽ ഇവയുടെ സ്വരൂപം വേർതിരിച്ചറിയുന്നതോടെ സത്യാസത്യങ്ങൾ തെളിയുമല്ലോ. സ്വയം അറിഞ്ഞ് മറ്റുള്ളവയെയും അറിയുന്നത് സത്യം.
സ്വയം അറിഞ്ഞ് മറ്റുള്ളവയെയും അറിയുന്നത് സത്യം. എന്ന് വച്ചാൽ സ്വാനുഭവത്തോടെ സ്വയം പ്രകാശിക്കുകയും മറ്റുള്ളവയെ പ്രകാശിപ്പിക്കുകയും ചെയ്യുന്നതേതോ അത് സത്യം. സ്വാനുഭവമില്ല, അതുകൊണ്ട് സ്വയം പ്രകാശിപ്പിക്കുന്നില്ല. ഇക്കാരണത്താൽ മറ്റൊന്നിനെയും അറിയാനുള്ള കഴിവില്ല. സ്വന്തം നിലനിൽപ്പു തന്നെ വേറൊന്നിനെ ആശ്രയിച്ചു മാത്രം. അങ്ങനെയുള്ളത് അസത്യം. ഈ ലക്ഷണപ്രകാരം ചിത്ത് സത്യം, ജഡം അസത്യം. എങ്ങും മാറ്റമില്ലാതെ വിലസുന്നത് സത്യം. സദാ ജനിച്ചും മരിച്ചും രൂപം മാറിക്കൊണ്ടിരിക്കുന്നത് അസത്യം. ഈ നിലയിലും ചിത്ത് സത്യം, ജഡം അസത്യം. ചിത്തും ജഡവും വേർതിരിയുമോ? ചിജ്ജഡ സംയോഗമാണ് പ്രപഞ്ചം. ചിത്ത് സത്യവും ജഡം അസത്യവുമാണ്. ഇത്രയും ധരിച്ചാൽ ഇനി അന്വേഷിക്കാനുള്ളത് ചിത്തും ജഡവും വേർപിരിയുമോ എന്നാണ്. ചിത്തിൽ ഒന്ന് മാറി മറ്റൊന്ന് അനുഭവപ്പെടുന്നത് കൊണ്ട് തന്നെ ജഡത്തിന് ചിത്തുമായുള്ള ബന്ധം അഭേദ്യമല്ലെന്ന് സ്പഷ്ടമാണല്ലോ. അങ്ങനെയാണെങ്കിൽ ചിത്തിൽ നിന്നും ജഡത്തെ മാറ്റാൻ എന്താണ് ഉപായം? യുക്തിക്ക് വെളിപ്പെട്ടു കിട്ടിയ ആശ്ചര്യകരമായ പ്രപഞ്ചസത്യം പ്രായോഗികമായി പരീക്ഷിച്ച് അറിയേണ്ട ഘട്ടത്തിലെത്തിയപ്പോഴാണ് ഈ ചോദ്യം ആവിർഭവിച്ചത്. ഒരിക്കൽ കൂടി വായിക്കാം. യുക്തിക്ക് വെളിപ്പെട്ടു കിട്ടിയ ആശ്ചര്യകരമായ പ്രപഞ്ചസത്യം പ്രായോഗികമായി പരീക്ഷിച്ചറിയേണ്ട ഘട്ടത്തിലെത്തിയപ്പോഴാണ് ഈ ചോദ്യം ആവിർഭവിച്ചത്. ചിത്തും ജഡവും വേർപിരിയുമോ എന്ന കാര്യം അനുഭവമണ്ഡലത്തിലാണല്ലോ പരീക്ഷിച്ചു നോക്കേണ്ടത്. പ്രപഞ്ചം എത്ര മഹത്തായാലും എത്ര കണ്ട് വൈവിധ്യം നിറഞ്ഞതായാലും അതിലെ അനുഭവമണ്ഡലം വ്യക്തിയുടെ അന്തഃക്കരണം മാത്രമാണെന്ന് എടുത്തു പറയേണ്ടതില്ലല്ലോ. അനുഭവമണ്ഡലം അന്തഃക്കരണമായതുകൊണ്ട് ശ്രീനാരായണ ഗുരുദേവനെ പോലെയുള്ള ഭാരതീയ സത്യാന്വേഷികൾ ആദ്യമായി അന്തഃക്കരണ സ്വരൂപം ഗ്രഹിക്കാൻ ശ്രമിച്ചു. അതിനുവേണ്ടി അന്തർമുഖമായി അവർ അന്തഃക്കരണത്തെ പരിശോധിച്ചു. തുടർന്ന് അന്തഃക്കരണത്തിൻ്റെ അഥവാ മനസ്സിൻ്റെ സ്വരൂപം തെളിഞ്ഞു. ബോധത്തിൽ പ്രാണസ്പന്ദനത്തെ ആശ്രയിച്ച് പൊന്തിമറയുന്ന വിചാരവികാരങ്ങളുടെ പ്രവാഹമാണ് മനസ്സ്. ഈ പ്രവാഹം തടയപ്പെട്ടാൽ പ്രാണസ്പന്ദനം തന്നെ തടയപ്പെടും. തുടർന്ന് ഇവയെ നിരോധിക്കുന്ന ബോധം ശുദ്ധരൂപത്തിൽ അചഞ്ചലമായി തെളിയിക്കുകയും ചെയ്യും. ഇക്കാര്യം ബോധ്യപ്പെട്ടതോടെ മനനധ്യാനങ്ങൾ ദൃഢമായി അഭ്യസിച്ച് ബോധപൂർവം അന്തഃക്കരണ പ്രവാഹത്തെ തടയാൻ അവർ യത്നിച്ചു. അതോടെ പ്രാണസ്പന്ദനമുൾപ്പെടെയുള്ള ജഡാനുഭവങ്ങൾ ഒഴിഞ്ഞുമാറി അചഞ്ചലമായ ശുദ്ധബോധം സ്വസ്വരൂപമായി സൂര്യതുല്യം തെളിയുന്നത് കാണാറായി. ശ്രീനാരായണ ഗുരുദേവൻ സ്വയം അന്തഃക്കരണ പ്രവാഹത്തെ തടഞ്ഞ് വിസ്മയകരമാം വണ്ണം അനുഭവിച്ച ചിത് സാക്ഷാത്കാരത്തിൻ്റെ സ്വരൂപമാണ് അദ്ദേഹം ചിജ്ജഡ ചിന്തനം എന്ന കൃതിയിലെ 1-ാം പദ്യം കൊണ്ട് വിവരിക്കുന്നത്. 1-ാം പദ്യം. ഒരു കോടി ദിവാകരരൊത്തുയരും പടിപാരൊടു നീരനലാദികളും കെടുമാറ് കിളർന്നു വരുന്നൊരു നിൻ വടിവെന്നുമെന്നുമിരുന്നു വിളങ്ങിടണം. ഓഡിയോ ബുക്ക് തുടരുന്നതാണ്.